മേ ബി ഒരു 5 വർഷം ഡൗൺ ദ ലൈൻ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും ദാറ്റ് Tier 2 Tier 3യുടെ ആക്ച്വൽ ബെനിഫിറ്റ് എന്താണ്, എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റിയൽ റിയലൈസേഷൻ മേ ബി ഒരു 5 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് കിട്ടും. വെൽക്കം ടു റിയൽ എസ്റ്റേറ്റ് വിത്ത് അരുൺ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് Tier 2 ആൻഡ് Tier 1 അല്ലെങ്കിൽ Tier 2 Tier 3 സിറ്റീസിലും Tier 1 സിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ബിഗ് ഡിഫറൻസ് കഴിഞ്ഞൊരു 5 years വന്നിരിക്കുന്ന ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാനിത് സംസാരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ കീപ്പ് ചെയ്യുന്ന സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവിൽ റിയൽ എസ്റ്റേറ്റിൽ നോക്കുന്നവരെയായിരുന്നു ഞാൻ ബേസിക്കലി ആദ്യം ചിന്തിച്ചത്. പക്ഷെ കഴിഞ്ഞൊരു 2 to 3 years സ്പെഷ്യലി പോസ്റ്റ് കോവിഡ്, 3 years എന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റ് കോവിഡ് ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് വിച്ച് ഹാപ്പൻ ഇൻ മാർക്കറ്റ് ബിക്കോസ് ഓഫ് റിമോട്ട് വർക്കിംഗ് കോൺസെപ്റ്റ് ആയിട്ടും കുറെ പേര് അവരുടെ ഒരു പ്രൈമറി സിറ്റിയിൽ നിന്ന് മാറി ചിന്തിച്ച് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ട് വന്നിരുന്നു. അത് വരുന്നതിന്റെ ഒരു മേജർ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, Tier 2 സിറ്റീസിലേക്ക് ആൾക്കാർ പോകാൻ റെഡിയായി. പോകാൻ റെഡി ആയത് ബാക്ക്ഡ് ബൈ ലോട്ട് ഓഫ് റീസൺസ്. ബാക്ക് ചെയ്യുന്ന ടോപ്പ് 5 റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്നിപ്പോൾ ഇടാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, Tier 1 കോസ്റ്റും Tier 2 Tier 3 സിറ്റീസിലെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് മേ ബി ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കൊരു 20,000 അല്ലെങ്കിൽ ഒരു 15,000 rupees സ്ക്വയർ ഫീറ്റിൽ കിട്ടുന്ന ഒരു സൈസും ഇൻവെന്ററിയും നമുക്ക് Tier 2 മേ ബി ഒരു 6,000-7,000 rupees കിട്ടുന്നുണ്ട്. സോ ഒരു മെട്രോ സിറ്റിയിൽ 2 BHK സാക്രിഫൈസ് ചെയ്യേണ്ട കസ്റ്റമറിന് ഒരു 3 to 4 BHK വരെ നമുക്ക് Tier 2 Tier 3 സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. ഇഫ് യു കമ്പയർ ബോംബെ ആൻഡ് കൊച്ചി, ബോംബെയിൽ നമുക്കൊരു അപ്കമിങ് ഡെവലപ്പിംഗ് ഏരിയ ലൈക്ക് നവി മുംബൈ ആണെങ്കിലും ഏരിയ വിച്ച് ഇസ് ഓൾറെഡി ഡെവലപ്ഡ് ലൈക്ക് ചേംബൂർ, സൗത്ത് ബോംബെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദർ ഇസ് എ ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഇൻ പ്രൈസിങ്. ലൈക്ക് അവിടെ ഒരു 30,000-25,000 rupees സ്ക്വയർ ഫീറ്റ് റൺ ചെയ്യുമ്പോൾ സിമിലർ ലക്ഷറി ലൈഫ് സ്റ്റൈൽ പ്രോജക്റ്റ് നമുക്ക് കൊച്ചിയിൽ ഒരു 10,000 rupees കിട്ടും. സോ അതും 3,500-4,000 സ്ക്വയർ ഫീറ്റിന്റെ 10,000 rupees റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അവിടെ 3 crore ഇൻവെസ്റ്റ് ചെയ്ത് മേ ബി ഒരു 2 BHK ആയിരിക്കും പ്രൈം സിറ്റിയിൽ കിട്ടുന്നത്. ഇത് നമ്മുടെ സെന്റർ ഓഫ് സിറ്റി വിത്ത് ലാവിഷ് ലൈഫ് സ്റ്റൈൽ അമ്യൂണിറ്റീസ് എല്ലാം നമുക്കൊരു 3 crores കൊച്ചിയിൽ കിട്ടും. ഇതാണ് നമുക്ക് വരുന്ന ഡിഫറൻസ്. പക്ഷെ ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട റീസൺസ് വളരെ വാലിഡ് ആയിരിക്കണം. ആ റീസൺസ് കഴിഞ്ഞൊരു 5 years ആയിട്ട് കുറെ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. ആൾക്കാർ തിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് Tier 1 Tier 2 വരണം എന്നുള്ളത്. സോ ബഡ്ജറ്റ് ഒരു മേജർ റീസൺ ആയിട്ടുണ്ട്. ആൾക്കാർ കുറച്ചും കൂടി ക്വാളിറ്റി ഓഫ് ലൈഫും പ്ലസ് അവർക്കൊരു കുറച്ചും കൂടി ബിഗർ യൂണിറ്റ്സിലേക്കുള്ളൊരു തോട്ടും കൂടി ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം ഏരിയാസ് ഡെവലപ്പ് ആവുന്നുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് പോകുന്നുണ്ട്. രണ്ടാമത് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് ഫോക്കസ് ആണ്. കാരണം വൺ ഓഫ് ദ ക്രിട്ടിക്കൽ തിങ് എന്ന് പറയുന്നത് ഗവൺമെന്റ് Tier 2 Tier 3 സിറ്റീസിൽ എന്ത് ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിസിനസ്സസ് എന്ത് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ റീസൺ. കാരണം ആ ഒരു ഫോക്കസ് ഇല്ലെങ്കിൽ ഒരാൾക്ക് മെട്രോന്ന് നമുക്ക് Tier 2 Tier 3 സിറ്റിയിലേക്ക് മാറാൻ പറ്റില്ല. കാരണം അവർക്ക് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് Tier 2 Tier 3 വരുമ്പോൾ അവിടെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറൽ കണക്ടിവിറ്റി വേണം. അവിടെ നമ്മൾ മെട്രോയിൽ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽസ് ഒരു ലിമിറ്റ് വരെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോംപ്രമൈസ് ചെയ്യുന്ന ഫാക്ടർ വളരെയധികം ബാക്ക് ചെയ്യാൻ പറ്റണം Tier 2 സിറ്റിയിൽ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് അത്ര അധികം വേണം. റിമോട്ട് വർക്കിംഗ് എല്ലാവർക്കും ഇപ്പോൾ വയബിൾ അല്ല. ഇപ്പൊ എല്ലാ ഓഫീസും തിരിച്ചു വിളിച്ചു തുടങ്ങി. സോ റിമോട്ട് വർക്കിങ്ങിന്റെ ഒക്കെ ടൈം കഴിഞ്ഞു. പക്ഷെ അവരുടെ കമ്പനിയുടെ തന്നെ ഔട്ട്ലെറ്റ്സോ അവരുടെ കമ്പനിയുടെ തന്നെ സ്പെഷ്യൽ വിങ്ങോ ഈ Tier 2 സിറ്റിയിൽ വിത്ത് ഹൈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് തിങ് വിച്ച് ഇസ് ഗോണ ഹാപ്പൻ. സോ ഇത് ഗ്രാജുവലി ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ Tier 2 Tier 3 സിറ്റീസ്. ഇപ്പൊ ഞാൻ റോഡ് കണക്ടിവിറ്റി തന്നെ പറയുകയാണെങ്കിൽ, നമ്മുടെ ഭാരത്മാല പ്രോജക്ട് ഓൾ അക്രോസ് വരുന്നത് ഇറ്റ്സ് കണക്ടിങ് ലോട്ട് ഓഫ് Tier 2 Tier 3 സിറ്റി. ഇന്റേണൽ റോഡ്സ്, ഈ ഒരു ഒറ്റ ഹൈവേയുടെ കോൺസെപ്റ്റ് തന്നെ ഇന്റേണൽ റിംഗ് റോഡ്സ് മിക്ക സ്ഥലങ്ങളിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് വിൽ റിയലി ഹെൽപ്പ് കണക്ടിങ് ബിറ്റ്വീൻ സിറ്റീസ്. ഇപ്പോൾ മേജർ സിറ്റിയിൽ നിന്നൊരു Tier 2 സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ടൈം ഏകദേശം 30-40% റെഡ്യൂസ് ആയിട്ടുണ്ട് ഈ ഒരു ഹൈവേ കോൺസെപ്റ്റ് വരുന്നത് കൊണ്ട്. സോ ഇതെല്ലാം ഭയങ്കരമായിട്ട് ബൂം ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു വലിയ റീസൺ ഞാൻ Tier 2 കാണുന്നത് ബിസിനസ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്.
ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ, ഒരു എന്റർപ്രൈസിന്റെ പെർസ്പെക്ടീവിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ടിയർ 2-ൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് 50% റിഡക്ഷൻ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. ഏകദേശം 30% കോസ്റ്റ് അവർക്ക് അവരുടെ കംപ്ലീറ്റ് റിക്രൂട്ട്മെന്റിനും അവിടുത്തെ ടാലന്റ് അക്വിസിഷനും അവരുടെ കോസ്റ്റ് റിഡക്ഷൻ വരുന്നുണ്ട്. ഗുഡ് റിസോഴ്സ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല മാൻ പവർ അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റോർ ഇടുകയാണെങ്കിലും അവിടെ നിന്ന് ലോക്കലി തന്നെ അവർക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ റിട്ടൻഷൻ ഹൈ ആണ്, അവരുടെ സാലറി എക്സ്പെക്ടേഷൻസ് വളരെ കുറവാണ്. സോ ദേ ആർ ആക്ച്വലി റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ബിസിനസ്. അത് കാരണം ബിഗ് ബ്രാൻഡ്സ് ലൈക്ക് റിലയൻസ് ആയാലും പുറത്തുള്ള ഇൻവെസ്റ്റർ ബ്രാൻഡ്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പൊ ടിയർ 2 സിറ്റീസിലാണ് അവരുടെ ഔട്ട്ലെറ്റ്സ് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഐ മീൻ ടു സേ 1-2 യൂണിറ്റ് അല്ല, 300-400 ഔട്ട്ലെറ്റ്സ് എല്ലാം സ്പ്രെഡ് അക്രോസ് ടിയർ 2 ആണ് അവർ ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. മെട്രോ കോസ്റ്റ് ഇസ് വെരി ഹൈ. ദിസ് ഇസ് റിയലി ബിഗ് ന്യൂസ്. ബിക്കോസ് അത് കാരണം നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആയാലും ഈവൻ ഒരു മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്കും ടിയർ 2 സിറ്റിയിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡാപ്റ്റബിലിറ്റി അവിടെ നമുക്ക് വരുന്നുണ്ട്. മൂന്നാമത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു ഡെവലപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഡെവലപ്പേഴ്സ് വളരെയധികം ടിയർ 2 സിറ്റീസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉള്ളത് കൊണ്ട്, ഒരാൾ വർക്ക് ചെയ്യാൻ വരുന്നത് കൊണ്ടും കമ്പനീസ് വരുന്നത് കൊണ്ടും ഇൻഫ്രാസ്ട്രക്ചറൽ, കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം വരുന്നുണ്ട് ഇതിനുള്ളിൽ. ഇതിന്റെ മേജർ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബിഗ് ബ്രാൻഡ് റിയൽ എസ്റ്റേറ്റ് ബിഗ് ബ്രാൻഡ്സ് ആയിട്ടുള്ളവർ ടിയർ 2 ഫോക്കസ് ചെയ്ത് അവരുടെ കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ആയാലും കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആയാലും ലേബർ അവൈലബിലിറ്റി ആയാലും എല്ലാം അവരുടെ ഒരു കോസ്റ്റിന്റെ ഒരു 30% കുറവായിട്ട് വരുന്നതുകൊണ്ട് അവർക്കൊരു നല്ല പ്രൈസിൽ അവർക്കവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ നല്ല പ്രൈസിൽ ബിഗ് ബിൽഡേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി ആ ബ്രാൻഡ് വാല്യൂ ഉള്ളത് കൊണ്ട് ഈ ബിഗ് ബ്രാൻഡ്സിലേക്ക് ആൾക്കാർ ഈസിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അവർക്ക് അഫോർഡബിൾ ആയിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ബിഗ് ബ്രാൻഡ്സിനെ. അത് ഹാപ്പൻ ചെയ്യുന്നത് ടിയർ 2 സിറ്റീസിലാണ്. സോ ടിയർ 2, ടിയർ 3 സിറ്റീസിലും ഈ ബിഗ് ബ്രാൻഡ്സ് വരുന്നത് ഒരു വലിയ മൊമെന്റാണ്. കാരണം അവർ വരുമ്പോൾ ആ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, സ്പെഷ്യലി ടോപ്പ് 5 ബിഗ് റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ അവരൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ ജസ്റ്റ് ഒരു സ്റ്റാൻഡ് ലോൺ ടവർ ചെയ്ത് എക്സിറ്റ് ചെയ്യുന്നവരല്ല. ഒരു ടൗൺഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ബ്രാൻഡ് അവർ ടോട്ടലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു കോൺസെപ്റ്റ് എല്ലാം വളരെയധികം ആ സിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു ഇൻക്രീസ് ദെയർ ഡിമാൻഡ് ഓവർ ദോസ് സിറ്റി. സോ ബിഗ് ബ്രാൻഡ്സ് ഇതുപോലത്തെ സ്മോൾ ടൗൺ, ഐ വോണ്ട് കോൾ ഇറ്റ് സ്മോൾ ടൗൺ അഗെയിൻ, ടിയർ 2, ടിയർ 3 സിറ്റീസിലേക്ക് വന്ന് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഡെവലപ്മെന്റൽ ചേഞ്ച് ആണ്. 4th പോയിന്റ് മെൻഷൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൂറിസം ആണ്. ഇതൊരു പുതിയ കോൺസെപ്റ്റ് അല്ല. നമുക്ക് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൊക്കേഷൻ, റിലീജിയസ് പ്ലേസസ്, അവിടെ വരുന്ന ഇൻഫ്ലോ വർഷങ്ങളായിട്ടുള്ളതാണ്. വർഷങ്ങളായിട്ട് അത് ഫോളോ ചെയ്യുന്നതാണ്. ഹെവി ക്രൗഡ് അവിടെ ആൾക്കാർ ഇൻ ആൻഡ് ഔട്ട് ആവുന്നുണ്ട്. ഈ വരുന്ന ലൊക്കേഷൻ്റെ ഒരു 70-80% ലൊക്കേഷൻസ് ടിയർ 2, ടിയർ 3 സിറ്റീസിലാണ്. സോ അത്രയധികം ആൾക്കാർ ഓൾ ഓവർ ദ കൺട്രി ഈ ടിയർ 2, ടിയർ 3 സിറ്റീസിൽ വന്ന് പോകുന്നുണ്ട് ഫോർ സ്പിരിച്വൽ ടൂറിസം. ഇവർ ഈ വന്ന് പോകുമ്പോൾ ഈ പറയുന്ന ഡെവലപ്മെന്റും ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റിയും ബിഗ് ബ്രാൻഡ്സും അവിടെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്കോപ്പ് കാണുമ്പോൾ ദീസ് പീപ്പിൾ ആർ ആക്ച്വലി നോട്ട് ഓൺലി കമ്മിങ് ഫോർ സ്പിരിച്വൽ ടൂറിസം, ദേ ആർ ആക്ച്വലി ഇൻവെസ്റ്റേഴ്സ്. അവിടെ ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ അവിടെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇവർ വന്ന് പോകുമ്പോൾ അവരുടെ ഒരു even for a retirement plan, people are thinking about tier 2, tier 3 cities because അവരുടെ സ്പിരിച്വൽ പ്ലേസസ് റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം അവർക്ക് വിസിറ്റ് ചെയ്യാം. പ്ലസ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ബാക്ക് ചെയ്യുമ്പോൾ ദേ റിയലി ഡോണ്ട് ഹാവ് ടു ബി ഇൻ മെട്രോ. അവർക്ക് ഈ പറഞ്ഞ സിറ്റിയിൽ വന്ന് സുഖമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാം. സോ അതിന്റെ ഒരു ഫാക്ടർ ഈ പറയുന്ന ഒരു ഡെവലപ്മെന്റ് വളരെ ഒരു ഡിമാൻഡുള്ള ഒരു പോർഷൻ അത് ശരിക്കും. കാരണം ഇമോഷണലി ദേ ആർ അറ്റാച്ച്ഡ് ടു ദോസ് പ്ലേസസ്. ഇതൊരു ഇൻവെസ്റ്റർ പെർസ്പെക്റ്റീവ് മാത്രമല്ല, ദീസ് പീപ്പിൾ ആർ വെരി മച്ച് ഇമോഷണലി കണക്റ്റഡ് ടു ദോസ് ലൊക്കേഷൻ വെയർ ദേ ആർ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആൻഡ് അവർ വന്ന് പോകുമ്പോൾ ദേ ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് തോട്ട് ഓഫ് ഇൻവെസ്റ്റിംഗ്. സോ വെൻ ദേ സീ സച്ച് കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ഹാപ്പനിങ് ഇൻ ടിയർ 2, ടിയർ 3 സിറ്റീസ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ഹസ് ബീൻ സീൻ in this places compared to tier 1. And final point ഒരു ജനറിക് തോട്ട് ആണ്. കാരണം റെന്റൽ ഈൽഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ there is not much of a difference. നിങ്ങളിപ്പോൾ ഒരു മെട്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇതുപോലെ ഡെവലപ്പ് ആയി വരുന്ന അപ്കമിങ് ടോപ്പ് നമ്പർ ഓഫ് സിറ്റീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കൊരു റെന്റൽ റിട്ടേൺ എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് ഇല്ല. ജസ്റ്റ് ടു സേ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്ത് ഇഫ് യു ആർ ഗെറ്റിംഗ് 30,000 and you are investing like 50 lakhs and you are getting around 15,000,
ആ ഒരു എൻഡ് ഓഫ് ദ ഡേ ദ കൈൻഡ് ഓഫ് വാട്ട് യു ആർ ഗെറ്റിംഗ് റിട്ടേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 2 to 3% റെന്റൽ റിട്ടേൺ തന്നെയാണ്. അതിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല. സോ വെൻ യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് സിമിലർ റെന്റൽ പെർസെൻറ്റേജ്, then there is not need of spending too much on metro. And this is majorly for investors who are totally focusing on metro, but they have a great point on tier 2. So tier 2 tier 3 rental perspective almost similar ആണ്. Maybe tier 2 കുറച്ചും കൂടി കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ സ്കോപ്പ് ടിയർ 2 കഴിഞ്ഞ വർഷങ്ങളായിട്ട് വളരെയധികം ജമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബിൽഡേഴ്സിന്റെ ലോഞ്ച് പ്രൈസ് വളരെ ലോവർ റേറ്റിലാണ് ആദ്യം വരുന്നത്. സോ ലോവർ റേറ്റിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫിനിഷ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഡെവലപ്മെന്റും വരുന്നുണ്ട്. ഈ ഡെവലപ്മെന്റിനനുസരിച്ച് ക്യാപിറ്റൽ അപ്രീസിയേഷൻ വളരെയധികം കൂടുന്നുണ്ട്. സോ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഇത്രയും ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സോ യു ആർ ഗെറ്റിംഗ് ലൈക്ക് really great appreciation of close to 15 to 20% in your capital appreciation. There have been investment where you're getting 100% capital appreciation. These things are happening only because of the development what is happening in this place. So considering all these 5 points, I feel that this would be a great video for people who are planning to invest in future in real estate. I don't say that keep തന്നെ പോയി ടിയർ 2 ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതല്ല. ടിയർ 2 മാർക്കറ്റിൽ നിങ്ങൾ ഒരു ഐ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വളരെ ബെറ്റർ ആയിരിക്കും. ടിയർ 2 അപ്കമിങ് ആയിട്ടുള്ള ഏരിയാസും അവിടെ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സും എല്ലാം ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യു വിൽ ഗെറ്റ് വെരി ഗുഡ് റിട്ടേൺ ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ആൻഡ് ഫോർ ദ പീപ്പിൾ ഹു ആർ ലുക്കിംഗ് ഫോർ എൻ എൻഡ് യൂസ്, ലൈക്ക് ഒരു മെട്രോയുടെ ഒരു സ്ട്രഗിളിൽ നിന്ന് മാറി ജീവിക്കാനോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് പ്ലാനോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പോഴേ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പോൾ മെട്രോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട നിങ്ങളുടെ റിട്ടയർമെന്റ് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ്. ബിക്കോസ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു അർബനൈസേഷനും ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പ്രൈസ് വിൽ ഇവൻച്വലി ഇൻക്രീസ്. ബിക്കോസ് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ബിൽഡേഴ്സ് അവരുടെ പ്രൈസും കൂട്ടും, അവരുടെ എക്സ്പെക്ടേഷൻ കൂടും. ഈ ഒരു സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് മൂവ് ആണ്. സോ ദിസ് ഇസ് എ ഗുഡ് തോട്ട് ആൻഡ് എ റൈറ്റ് ടൈം. മേ ബി ഒരു 5 വർഷം ഡൗൺ ദ ലൈൻ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും ദാറ്റ് ടിയർ 2 ടിയർ 3യുടെ ആക്ച്വൽ ബെനിഫിറ്റ് എന്താണ്, എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു റിയൽ റിയലൈസേഷൻ മേ ബി ഒരു 5 years ഡൗൺ ദ ലൈൻ നിങ്ങൾക്ക് കിട്ടും. കാരണം അത്ര പേസിലാണ് ഇപ്പോഴത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദീസ് ആർ ദ തിങ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ബി എ ഗ്രേറ്റ് ഇൻവെസ്റ്റർ, സ്റ്റഡി ദ മാർക്കറ്റ് ആൻഡ് ഇൻവെസ്റ്റ് വൈസ്ലി. താങ്ക് യു.